آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر كبير. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, ആമിനു ബില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. വഅൻഫിഖൂ മിമ്മ ജഅലകും മുസ്തഖ്ലഫീന ഫീ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ ഇസ്തിഖ്ലാഫ് നൽകിയോ അതിൽ നിന്ന് നിങ്ങൾ സംഭാവന നൽകുകയും ചെയ്യുക, സ്വതക്ക കൊടുക്കുകയും ചെയ്യുക. ഇസ്തിഖ്ലാഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ സാധനമായിരിക്കും അത് പിന്നീട് വേറൊരാളുടെ കയ്യിലോട്ട് എത്തും. അയാളുടെ മരണശേഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് വേറൊരാളുടെ സന്തതിയിലേക്ക് എത്തും. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയാ, മുസ്തഖ്ലിഫീൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്തഖ്ലഫ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആ അർത്ഥത്തിലാണ്. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാനാണ്. ഈ സമ്പത്ത് എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുന്നത്? ഉദാഹരണത്തിന് ഒരു ഭൂമി, ആ ഭൂമി അയാൾക്ക് എങ്ങനെയാ കിട്ടുക? ഒന്നെങ്കിൽ വേറൊരാളിൽ നിന്ന് അയാൾ അത് സമ്പത്ത് കൊടുത്തോ ഏതെങ്കിലും കാരണത്തിലോ മേടിച്ചെടുത്തതായിരിക്കും. അപ്പൊ അയാൾ അവിടെ ശേഷം വന്ന ഒരാളാണ്. അല്ലെങ്കിൽ അയാൾക്ക് അനന്തരാവകാശ സ്വത്തായിട്ട് സ്വന്തം ഉപ്പയിൽ നിന്നോ വേറെ ആരെങ്കിലും നിന്നോ ലഭിച്ചതായിരിക്കും. അഷാഹിദ് എന്താണ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്പത്താണ്. ഈ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആര്യ പോലെ, ആര്യ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞാണ് അഹ്സൻ, കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ആര്യ എന്ന് പറയുന്നത്. അപ്പൊ ആര്യ പോലെ തന്റെ അടിമകൾക്ക് നൽകുന്ന ഒന്നാണ് എന്ത്, സമ്പത്ത് എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സമ്പത്തിൽ നിന്നൊന്നും തന്നെ അവൻ കൊണ്ടുപോവുകയില്ല. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ സംഭാവന ചെയ്യുക, സ്വതക്ക കൊടുക്കുക എന്നർത്ഥം. അപ്പൊ ഇവിടെ നിരുപാധികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഫാഖ്. നിരുപാധികമായിട്ട് ഇൻഫാഖ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാജിബ് ഉൾപ്പെടും, മുസ്തഹബും ഉൾപ്പെടും. ഷെയ്ഖ് പറഞ്ഞു അതിൽ പെട്ടതാണെന്ത്, ഒരാള് സ്വതക്ക കൊടുക്കല്, ഒരാൾ സക്കാത്ത് കൊടുക്കല്, ഒരാൾ അഖീഖ ഇറക്കല്, ഒരാൾ വലീമ കൊടുക്കല്, അങ്ങനത്തെ അതേപോലെ ഹജ്ജിന് വേണ്ടി ഇറക്കല്, ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്, അതിഥികളെ സ്വീകരിക്കല്, ഇതൊക്കെ ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ പെട്ടതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫല്ലദീന ആമനു മിൻകും വഅൻഫഖു, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്ത ആളുകൾ, ലഹും അജ്റുൻ കബീർ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒരാൾ എന്ത് പറയാൻ പാടില്ല, അയാളുടെ സമ്പത്ത് കുറവാണ്, അയാൾ ദരിദ്രനാണ്, അയാൾക്ക് ഇങ്ങോട്ട് സ്വതക്ക നൽകപ്പെടേണ്ട ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്വതക്ക കൊടുക്കാതിരിക്കരുത്. പകരം ഓരോരുത്തരോട് അവരുടെ കഴിവനുസരിച്ച് സ്വതക്ക കൊടുക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഷെയ്ഖ് ഓർമ്മപ്പെടുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ദീനാറുൻ യുസ്ബിഖു അൽഫ ദീനാർ, അല്ലെങ്കിൽ ദിർഹമുൻ യുസ്ബിഖു അൽഫ ദിർഹം, ഒരു ദീനാർ 1000 ദീനാറിനെ മറികടക്കും. അതെങ്ങനെയാണ്, ജുഹ്ദുൽ മുഖിൽ, അതായത് ഒരാൾക്ക് ഇല്ലാത്ത പൈസയിൽ നിന്നാണ് അയാൾ ഒരു ദീനാർ എടുത്ത് കൊടുക്കുന്നത്. അതേസമയം ഒരാൾക്ക് ലക്ഷക്കണക്കിന് എത്രയോ ദീനാറുണ്ട്, കണക്കില്ലാത്ത സ്വത്ത് അയാൾക്കുണ്ട്. അയാൾ ഒരുപക്ഷെ ഒരു 1000 ദീനാർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ദീനാർ കൊടുത്തവന്റെ പ്രതിഫലം ഒരുപക്ഷെ അയാൾക്ക് ലഭിച്ചോളണമെന്നില്ല. കാരണം അയാൾ ഇല്ലാത്തതിൽ നിന്ന് എടുത്തു കൊടുത്തതാണ്. അപ്പോ നമുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കരുത്, കഴിവിന്റെ പരമാവധി നമ്മൾ കൊടുക്കാൻ നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വലിയ പ്രതിഫലം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരാളുടെ സമ്പത്ത് യഥാർത്ഥത്തിൽ അവന് ഉപകാരപ്പെടുന്ന സമ്പത്ത്, അവൻ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, അവൻ സ്വതക്ക കൊടുക്കുന്ന സമ്പത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇബ്നു ആദം യഖൂൽ ഇബ്നു ആദം സന്തതി പറയും, മാലി മാലി, എന്റെ പൈസ എന്ന് പറയും. വഹൽ മിൻ മാലിക ഇല്ലാ മാ അക്കൽത ഫഅഫ്നൈത, എന്നാൽ നിന്റെ സമ്പത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം മൂന്നിലേതെങ്കിലും ഒന്നാണ്. ഒന്ന് മാ അക്കൽത ഫഅഫ്നൈത, നീ തിന്നു തീർത്തത്. ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് മുഷിഞ്ഞു പോയത്. ഔ തസദ്ദഖത ഫഅംദൈത, നീ സ്വതക്ക കൊടുത്തിട്ട് അത് ബാക്കി നിലനിർത്തിയത്. അഥവാ തിന്നത് തീർന്നുപോയി, അത് ഒരുപക്ഷെ അവന് ഉപകാരം ചെയ്യും, ചിലപ്പോൾ അവന് ഉപദ്രവം ചെയ്യും. ധരിച്ചത് ഒരുപക്ഷെ അവന് ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും, അതും കഴിഞ്ഞുപോയി. എന്നാൽ സ്വതക്ക കൊടുത്തതോ അവന് ഒരു രീതിയിൽ ഉപദ്രവം ചെയ്യൂല എന്ന് മാത്രമല്ല, അത് അവന് തീർന്നു പോവുകയില്ല. പകരം അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ അജ്ർ അവന് വേണ്ടി അവിടെ സേവിങ്സ് ആയിട്ട് അങ്ങനെ കിടക്കുന്നതാണ്. അതാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഇത് തെളിയിക്കുന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ. ആയിഷ റളിയല്ലാഹു അൻഹ അവരൊരു ആടിന് അറുത്ത് കഴിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറയുന്നത്, എല്ലാം തീർന്നു, ഷോൾഡറിന്റെ ഭാഗം വൈകി, ഇല്ല കെത്തിഫു എന്ന് മാത്രം പറയും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും, എല്ലാം ബാക്കിയായി, എന്തൊഴികെ, കെത്തിഫ് ഒഴികെ, ഷോൾഡർ ഒഴികെന്ന് പറയും. കാരണം എന്താ, എല്ലാം ഇവിടെ തന്നെ തീർന്ന്. എന്നാൽ ആഖിറത്തിലേക്ക് ബാക്കിയാവുന്നത് എന്ത് മാത്രമാണ്, അഫൻ ബഖീകുൽ, അതെല്ലാം ബാക്കിയായി, എന്തൊഴികെ, കെത്തിഫ് മാത്രം. കാരണം ബാക്കിയൊക്കെ കൊടുത്തു തീർത്തതാണ്, സ്വതക്കയാണ്. അപ്പൊ അതൊക്കെ അള്ളാന്റെ അടുത്ത് ഉണ്ടാവും. എന്നാൽ ഇവിടെയുള്ള കെത്തിഫ് അത് നമ്മൾ തിന്നു തീർക്കാൻ പോകുന്നതാണ്. അപ്പൊ അള്ളാന്റെ അടുത്ത് ബാക്കി ഉണ്ടാവും എന്താണ്, ബാക്കിയുള്ള ആട് മൊത്തം അള്ളാന്റെ അടുത്ത് നമുക്ക് സേവിങ്സ് ആയിട്ട് അവിടെ ഉണ്ടാവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ സമ്പത്ത് കൂട്ടാനുള്ള ഒരു കാരണത്തിലും കൂടെ പെട്ടതാണെന്ത്, അവൻ സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മാമിൻ യൗമിൻ യുസ്ബിഹു ഫീഹി ഇബ്നു ആദം യുസ്ബിഹു ഫീഹി ബനു ആദം യുസ്ബിഹു ഫീഹി നാസ്, ജനങ്ങള് പ്രഭാതത്തിൽ പ്രവേശിക്കുന്ന ഒരു ദിവസവും ഇല്ല വമലകാൻ യൻസിലാൻ, 2 മലക്കുകൾ ഇറങ്ങിയിട്ടല്ലാതെ. യഖൂലു അഹദുഹുമ, അതിലൊരു മലക്ക് പറയും, അല്ലാഹുമ്മ ആഅതി മുൻഫിഖൻ ഖലഫ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരുത്തനെ നീ പകരം നൽകണമേ. കണ്ടോ, ഖലഫ, അതായത് ഒന്നിന് ശേഷം വേറൊന്ന് കൊടുക്കണേ, കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം ഒന്ന് കൊടുക്കണമേ. വഅതി മുംസികൻ തലഫ, പിടിച്ചു വെക്കുന്നവന് നീ നാശവും നൽകണമേ, അതായത് പിടിച്ചു വെച്ച സമ്പത്ത് നശിച്ചു പോണേ എന്നിങ്ങനെ എല്ലാ ദിവസവും ആര് ദുആ ചെയ്യും, മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.